നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ചെറിയ ചട്ടി അടുപ്പി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 5-6 ചെറുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പം ഒരു കഷ്ണം ഇഞ്ചി ഇടാം. അതും മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിടാം. അതിൻ്റെ കൂടെ തന്നെ എരിവിനനുസരിച്ച് വറ്റൽമുളക് ഇടാം. ഞാനിവിടെ ഒരു 3 വറ്റൽമുളകാണ് ഇട്ടത്. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. വലിയ അങ്ങ് കരിഞ്ഞു പോകുന്ന രീതി വേണ്ട. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് നാരകത്തിൻ്റെ ചെറിയ ഇല ഇടാം, കുറച്ച് കറിവേപ്പില ഇടാം. തീ ഓഫ് ചെയ്തിട്ടാണ് ഇട്ടത്. ചെറുതായി അതൊന്ന് യോജിപ്പിക്കാം. തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ നമുക്ക് അടിച്ചെടുക്കാം. തണുത്തപ്പം മിക്സിയുടെ ജാറിലോട്ട് ഇത് ഇട്ടിട്ടുണ്ട്. ഇതിനി വെള്ളം ഒഴിക്കാതെ ആദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. നല്ലതുപോലെ അരച്ചെടുത്തു. പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ലൂസാക്കുക. ഇതിലേക്ക് കടുക് വറുത്തിടുക. ഉപ്പ് കൂടി ചേർക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.